Let us have a short prayer. വിശുദ്ധിയിലെ ജ്ഞാനത്തിലെ വിശ്വാസത്തിലെ കൂടുതൽ വളരാൻ ആഴപ്പെടാൻ ആവശ്യമായിട്ടുള്ള ബോധ്യങ്ങൾ സാഹചര്യങ്ങൾ ബന്ധങ്ങൾ നൽകണമേ. പഠിക്കുന്നത് ഞങ്ങളുടെ ജീവിതങ്ങളിൽ രജസ്യായി മാറട്ടെ. മദ്യപാനം മയക്കുമരുന്ന് ലൈംഗിക ആസക്തികളായിരിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. അതുവഴി കുടുംബങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളിലേക്ക് അവിടുത്തെ കരുണ വർഷിക്കണമേ. How are you? Today we are going to discuss a very interesting topic, that is fertilization. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പ്രീ ഫെർട്ടിലൈസേഷൻ ഈവൻസ് ആണ് കണ്ടുകൊണ്ടിരുന്നത് അല്ലേ? ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടു ഈ ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട 3 ഈവൻസുകളും, ഒന്ന് പ്രീ ഫെർട്ടിലൈസേഷൻ ഈവൻസ്, ഒന്ന് ഫെർട്ടിലൈസേഷൻ, പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഈവൻസ്. അല്ലെ, പ്രീ ഫെർട്ടിലൈസേഷൻ ഈവൻസ് എല്ലാം കണ്ടു. എന്തൊക്കെയായിരുന്നു? മൈക്രോസ്പോറോജനസിസ്, മെയിൽ ഗാമറ്റോജനസിസ്, megasporogenesis, the female gametogenesis, then pollination, then finally we have seen artificial hybridization. Okay, in this class we are going to discuss how fertilization takes place in angiosperm plants. നമുക്കറിയാം, ആൻജിയോസ്പേം പ്ലാന്റിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഈവന്റ് ആണ് അതിന്റെ ഫെർട്ടിലൈസേഷൻ എന്നത്. ഓക്കെ, നമുക്ക് ഇതിന്റെ ഒരു ഡയഗ്രം കാണാം. Okay, this is the stigma where the pollen grains okay, ഇപ്പോൾ ഈ സ്റ്റിഗ്മയിലേക്ക് pollen grains ഒന്ന് പതിക്കുകയാണ്. ഇവിടെ വന്ന് പതിച്ചു കഴിയുമ്പോൾ നമുക്കറിയാം ഏത് സ്റ്റേജിലാണ് ഇവിടെ pollen grains സ്റ്റിഗ്മയിൽ എത്തുന്നത്. നോർമലി ഇറ്റ് ഈസ് ഇൻ 2 സ്റ്റേജ്. ഏതൊക്കെയാണ്? ലാർജ് tube cell with the tube nucleus or generative nucleus and spindle shaped small generative nucleus. If the pollen grain is compatible, what will happen? Yes, the pollen pistil interaction will start. അതിനു വേണ്ടിയിട്ടുള്ള ചില പ്രത്യേക സെക്രട്ടറി സബ്സ്റ്റൻസ് ഒക്കെ പോളൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇന്ററാക്ഷൻ സ്റ്റാർട്ട് ചെയ്തു, ഡയലോഗ് സ്റ്റാർട്ട് ചെയ്തു, കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. എന്ത് സംഭവിച്ചു? ജനറേഷൻ will take place. This haploid nucleus of the generative cell that undergoes mitotic division, thereby the formation of 2 male gametes. ഈ ചെറിയ സെല്ല്, ജനറേറ്റീവ് സെല്ല്, അതിന്റെ ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് മൈറ്റോട്ടിക് ഡിവിഷൻ നടന്ന് 2 മെയിൽ ഗമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യും. That will be carried by the formation of a pollen tube. നമുക്കറിയാം ഇവിടുത്തെ ഇന്ത്യയിൽ that projects out adds pollen tube carrying the 2 male gametes. ഇതിന്റെ കൂടെ here you can see the tubal nucleus and its contents. അതുകൂടെ ഈ pollen tube-ലേക്ക് വരും. Now this is the ovary. Where you can see ovule. We have already studied the structure of ovule. There is the nucellus, and in which you can see the embryo cell. There is the embryo cell. This is microbite, this is terasa, and this is the follicle. This is the hymen. Okay, here you can see 3 cells, antipodal cells. Here 2 polar nuclei, and this is the egg, and these are the adjacent synovials. Ready? Then what happens?
The male gametes are very happy and they want to reach the embryo sac, that is the site of fertilization. Then the pollen tube continues its growth downwards. Now here, then again, okay, here you want to understand one thing. There are 3 different types of syngamy takes place during the time of fertilization in angiosperms. It is noticed by many scientists. ഈ ഫെർട്ടിലൈസേഷനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് റിവീൽ ചെയ്ത് തന്നത് പ്രധാനമായിട്ട് സ്ട്രോസ്ബർഗർ എന്ന് പറയുന്ന സയന്റിസ്റ്റിന്റെ പഠനങ്ങളാണ്. അതുപോലെ തന്നെ അവാഷി എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റിന്റെ പ്രത്യേകമായിട്ടുള്ള പഠനങ്ങൾ. ഇതൊക്കെയാണ് ആൻജിയോസ്പെർം ഫെർട്ടിലൈസേഷനിൽ ഏതൊക്കെ തരത്തിലാണ് ഈ പോളൻ ക്രിസ്റ്റൽ ഇന്ററാക്ഷൻ നടക്കുന്നത്, എങ്ങനെയാണ് ഇവിടെ ഗമീറ്റിക് യൂണിയൻ നടക്കുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ഇപ്പൊ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം സയന്റിസ്റ്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 3 തരത്തിലുള്ള സിംഗമി നടക്കുന്നുണ്ട്. എന്താണ് സിംഗമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? The fusion of gametes. What is fertilization? The male and female gametes to form a diploid zygote. That process is called what is known as fertilization. Then the fusion of male gametes, that is called syngamy. 3 തരത്തിലുള്ള ഗമീറ്റിക് യൂണിയൻ കാണുന്നു. ഇപ്പൊ ചില കേസിൽ ഈ pollen tube ഇങ്ങനെ വളർന്നു വരുമ്പോൾ ഇപ്പൊ നോർമൽ പ്രൊസീജിയർ എന്ന് പറയുന്നത് pollen tube ഇങ്ങനെ വന്ന് ഈ മൈക്രോഫൈലിന്റെ ഇവിടെ വന്ന് ഈ ഇതിനകത്തുള്ള 2 male gamesനെയും എംബ്രിയോ സാക്കിലേക്ക് ഡിസ്ചാർജ് ചെയ്യും. പക്ഷേ ചില കേസിൽ എന്ത് ചെയ്യും? നമ്മൾ സാധാരണ പറയാം ആക്രാന്തം എന്നൊക്കെ പറയുന്ന പോലെ pollen tube ഇവിടെ വന്നു കഴിയുമ്പോൾ ഇനി ഇവിടം വരെ വന്ന് ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ഉള്ള ഒരു ക്ഷമയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? They will penetrate this callosal region and discharge the male gametes into the embryo sac. This is called a chalosogamy. ചില പ്ലാന്റ്സിൽ ഈ രീതിയിലാണ് സിംഗമി നടക്കുന്നത് എന്നാണ് പറയുന്നത്. ഇനി ചില കേസിലൊക്കെ ഇവിടെയൊക്കെ വന്നിട്ട് ഇങ്ങനെ കുറച്ച് കയറി പോരണം എന്നൊക്കെ തോന്നി, പക്ഷേ ഒന്ന് അത്ര ആക്രാന്തം കാണിക്കാതെ മര്യാദക്കാരനായിട്ട് ദൂരമുണ്ട്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പിടിപെട്ടു. ഉടനെ എന്ത് ചെയ്തു? ഇന്റർമെൻസ് തുളച്ചുകൊണ്ട് ഇതിന്റെ മേൽ ഗമീറ്റ്സിനെ ഈ എംബ്രിയോ സാക്കിലേക്ക് ഡിസ്ചാർജ് ചെയ്തു. And this type of union of gametes, that is called mesogamy എന്നാണ്. പറഞ്ഞു നോക്കിയേ, mesogamy. And the most commonest type of union, that is through the micropyle. pollen tube ഇങ്ങനെ വരും, ഇവിടെ വന്നിട്ട് see. Here you can see 2 male gametes which are non-motile carried through the pollen tube. Okay, and here you can see the tubernucleus with its cytoplasmic contents, nutritive in function. Okay, and ഈ 2 മെൽഗമീറ്റും ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഇതിന്റെ ഇതിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ കാലോസ് ഫ്ലക്സ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഡീറ്റെയിലേക്ക് നമുക്ക് പോകേണ്ട കാര്യമില്ല. And finally what happens, these 2 male gametes are discharged into the embryos. And it is through the micropyle these 2 male gametes which are discharged into the embryo sac. ഇപ്പോൾ നോക്കിക്കേ, ഫെർട്ടിലൈസേഷന്റെ സമയത്ത് എന്ത് സംഭവിക്കുകയാണ്? പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയിൽ വന്ന് പതിക്കുന്നു. ആ പോളൻ ഗ്രെയിൻസ് കോമ്പാക്റ്റബിൾ ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ജെർമിനേഷൻ ഓഫ് പോളൻ ഗ്രെയിൻ സംഭവിക്കുന്നു. ഈ പോളൻ ഗ്രെയിനിൽ ജനറേറ്റീവ് ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്ത 2 മെയിൽ ഗമീറ്റ്സ് ഉണ്ട്. ഓക്കെ, ഈ മെയിൽ ഗമീറ്റ്സിനെ കൊണ്ട് ഈ പോളൻ ട്യൂബ് സൈറ്റ് ഓഫ് ഫെർട്ടിലൈസേഷൻ ആയ എംബ്രിയോ സാക്കിൽ എത്തിച്ചേരുന്നു. അവിടെ 3 തരത്തിലുള്ള ഗമീറ്റിക് പോസിബിലിറ്റി, യൂണിയൻ പോസിബിലിറ്റീസ് ഒന്ന് കാണുകയാണ്. ഒന്ന്, ഈ പോളൻ ട്യൂബ് ചലാസം തുളച്ചുകൊണ്ട് എംബ്രിയോ സാക്കിലേക്ക് ഇതിന്റെ മെയിൽ ഗമീറ്റ്സിനെ ഡിസ്ചാർജ് ചെയ്യാൻ, ദാറ്റ് ഈസ് കോൾഡ് ചലാസോഗാമി. ചില സമയത്ത് ചില സ്പീഷീസിൽ എന്ത് ചെയ്യുന്നു? ഇന്റഗ്മെന്റ്സിനെ പെനട്രേറ്റ് ചെയ്തുകൊണ്ട് ഈ മെയിൽ ഗമീറ്റ്സിനെ എംബ്രിയോ സാക്കിലേക്ക് ഡിസ്ചാർജ് ചെയ്യാം, ദാറ്റ് ഈസ് കോൾഡ് മീസോഗാമി. ആൻഡ്
the last one, that is the most commonest type, and it is called porogamy. അപ്പോൾ എന്താണ് porogamy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളൻ ട്യൂബ് മൈക്രോപൈലിൽ എത്തിയിട്ട് അല്ലെ മൈക്രോപൈലിലൂടെ എംബ്രിയോ സാക്കിലേക്ക് ഈ രണ്ട് മെയിൽ ഗമീറ്റ്സിനെ ഡിസ്ചാർജ് ചെയ്യുന്നതിനാണ് നമ്മൾ പോറോഗാമി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് കോമൺ ടൈപ്പ്. ഇനി I will draw this embryo sac little bit big. കുറച്ചുകൂടെ വൃത്തിയായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് embryo sac ആണ്. And here you can see the 3 cells. These are antipodals. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. And here you can see 2 nuclei. Since they are coming from the polar sides, they are called polar nuclei. ഇതെല്ലാം n number of chromosomes are there. And here you can see the micropylar region. This is the micropylar region. And here you can see the center one that will be big. And this is called area. And at the 2 sides you can see the so-called synergids. Here you can see the micropylar regions. You can see a finger-like projections, and here the wall is thickened, and that is called a filiform apparatus. This is synergid, and this is filiform apparatus. ഈ filiform apparatus angiosperm fertilization വലിയ റോളുണ്ട്. പറയുന്നത് ഇതില് ഒരു സൈനർജിഡ് അത് ഡിസോർഗനൈസ് ചെയ്യും. ആ ഡിസോർഗനൈസ് ചെയ്ത് ആദ്യമേ this filiform apparatus of the synergid that can get the entry of the male gamete and can direct into the egg, thereby facilitating the fusion of egg and the male gamete. രണ്ട് male gamete ഉള്ളതില് അതില് ഒരെണ്ണം ഈ സൈനർജിഡിലേക്ക് വന്നിട്ട് സൈനർജിഡ് ഡിസോർഗനൈസ് ചെയ്തിട്ട് that particular male gamete fuses with the egg. That is the first fusion, and it is called syngamy. Okay. And the second male gamete that may fuse with these 2 nuclei. ഇതിനെ രണ്ടിനും കൂടെ നമുക്ക് എന്താന്ന് വിളിക്കുന്നത് നമ്മൾ സെൻട്രൽ സെൽ എന്നാണ് വിളിക്കുന്നത് അല്ലേ. അപ്പൊ ഈ സെൻട്രൽ സെല്ലിലുള്ള 2 പോളാർ ന്യൂക്ലിയ ആയിട്ട് ഒരു മെയിൽ ഗമീറ്റ് ഫ്യൂസ് ചെയ്യണം. സപ്പോസ് ദിസ് ഈസ് ദ മെയിൽ ഗമീറ്റ്. ഇങ്ങനെ ഫ്യൂസ് ചെയ്താണ് രണ്ടാമത്തെ പ്രോഡക്റ്റ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പം ആൻജിയോസ്പേമില് 2 ഗമീറ്റിക് യൂണിയൻ ആണ് നടക്കുന്നത്. ഒന്ന്, ഒരു മെയിൽ ഗമീറ്റ് ഈ ഫീമെയിൽ ഗമീറ്റായ എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടാകും. ദാറ്റ് ഈവന്റ് ഈസ് കോൾഡ് സിംഗാമി. ഇനി രണ്ടാമത്തെ മെയിൽ ഗമീറ്റ് ഈ പോളാർ ന്യൂക്ലിയ ആയിട്ട് ഫ്യൂസ് ചെയ്ത് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഉണ്ടാകും. ഈ 2 ഈവന്റ്സും ഫെർട്ടിലൈസേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ അതൊന്ന് ഒരു ഫോർമുല പോലെ നമുക്ക് നേടിയാലോ. ഇനി ഇത്രയും ഭാഗം വായിക്കുകയാണ്. ഇവിടെ എഴുതാൻ പോകുന്നത് ശ്രദ്ധിച്ചോളുക. ഓക്കെ, ഡ്യൂറിംഗ് ദ ടൈം ഓഫ് ഫെർട്ടിലൈസേഷൻ ഇൻ ആൻജിയോസ്പേംസ് 1 male gamete ഫ്യൂസസ് വിത്ത് ഏതായിട്ടാണ് ഫ്യൂസ് ചെയ്യുന്നത്? ഫീമെയിൽ ഗമീറ്റ് ആയ എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നു അല്ലേ. ഫീമെയിൽ ഗമീറ്റ് ഇവിടെ എഴുതണോ? ഫീമെയിൽ ഗമീറ്റ് എന്ന് എഴുതാം. ഫീമെയിൽ ഗമീറ്റ് നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. ഫീമെയിൽ ഗമീറ്റ് ആയ എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്തു. എന്നിട്ട് എന്താണ് ഉണ്ടാകുന്ന പ്രോഡക്റ്റിന് പറയുന്ന പേരാണ് സൈഗോട്ട്. ഇത് വേറെ കളറൊക്കെ കാണിച്ചാൽ
നോക്കിയാലോ? മെയിൽ ഗമീറ്റ് എങ്ങനെയായിരിക്കും? ദിസ് വിൽ ബി ഹപ്പോട്ട് NM. ഫീമെയിൽ ഗമീറ്റ് എങ്ങനെയായിരിക്കും? അതും ഹപ്പോയിഡ്. And what will be the condition of zygote? Of course it is diploid. അല്ലേ? ഇത് ഡിപ്ലോയിഡ് ആയിരിക്കും to N. ശ്രദ്ധിക്കണേ. ഇനി രണ്ടാമത്തെ കേസ്, the second male gamete. അടുത്ത male gamete ഏതുമായിട്ടാണ് ഫ്യൂസ് ചെയ്യുന്നത് പറഞ്ഞേ? ഫ്യൂസസ് വിത്ത് ടു പോളാർ ന്യൂക്ലിയൈ. ഈ സമയത്ത് at the time of the fertilization what happens actually, these two polar nuclei fuses. These two polar nuclei fuse together, thereby the formation of a nucleus called the secondary nucleus. ചില ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ കൂടെ പറയുന്നുണ്ട്. ഇവിടെ സ്ഥലങ്ങളില്ല. സെക്കൻഡറി ന്യൂക്ലിയസ് ഇവിടെ നമുക്ക് എഴുതാം. സെക്കൻഡറി ന്യൂക്ലിയസ് കാണാവോ? ഇവിടെ നമുക്ക് എഴുതാം. These are actually the fusion product of two polar nuclei. അല്ലേ? Two polar nuclei. അതിന്റെ ഫ്യൂഷൻ പ്രോഡക്റ്റ് ആണ് ശരിക്കും സെക്കൻഡറി ന്യൂക്ലിയസ്. അതുമായിട്ട് ഫ്യൂസ് ചെയ്ത് ഉണ്ടാകുന്ന പ്രോഡക്റ്റിന്റെ പേരാണ് പെൻ. നിങ്ങൾക്ക് സന്തോഷമായി. പേന ഉണ്ടാക്കുന്ന പ്രക്രിയയാണോ? എന്താണ് ഈ പെന്നിന്റെ ഫുൾ ഫോം? എന്താണ്? പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. എഴുതാം. പ്രൈമറി പറഞ്ഞേ എൻഡോസ്പേം nucleus. Can you say the polarity of the pen? Whether it is haploid, diploid, triploid, tetraploid, pentaploid, hexaploid, heptaploid? Yeah. Male gamete haploid or diploid? Of course. Haploid. Secondary nucleus അങ്ങനെയായിരിക്കും. I have told you that it is a fusion product of two polar nuclei. Polar nuclei എങ്ങനെയാണ്? രണ്ടും haploid ആണ് അല്ലേ? N plus N അല്ലേ? ഇത് 2N ആണ് ആണോ? ഇപ്പൊ 2N plus N അല്ലെങ്കിൽ N രണ്ട് polar nuclei plus N plus N. അപ്പോൾ ഇതെങ്ങനെയായിരിക്കും? It's very important. It will be triploid. It will be triploid. ക്ലിയർ ആണോ? ഇതൊരു ബോക്സിനകത്തേക്ക് പഠിക്കണം. ഇതിന് ബോക്സിലിട്ട് നമുക്ക് പഠിക്കേണ്ട സാധനം. ആൻജിയോസ്പെർമിന്റെ ഫെർട്ടിലൈസേഷന്റെ സമയത്ത് ഉണ്ടാകുന്ന രണ്ട് പ്രധാനപ്പെട്ട പ്രോഡക്റ്റുകളാണ്. ഒന്ന് സൈഗോട്ട്, that develops into embryo, and the second one is primary endosperm nucleus that develops into the endosperm. ഈ സെല്ലിന് നമ്മൾ പറയുന്നത് പ്രൈമറി എൻഡോസ്പെർം സെൽ എന്നാണ്. PEC, പ്രൈമറി എൻഡോസ്പെർം സെൽ. അപ്പോൾ ഒന്ന് ഇവിടെ എല്ലാവരും ശ്രദ്ധിച്ച് ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ടെക്നിക്കൽ ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നു. ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ. ഇത് ആൻജിയോസ്പെർം പ്ലാന്റിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ്. ഡബിൾ ഫെർട്ടിലൈസേഷൻ ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ആൻജിയോസ്പെർം. എന്ന് പറയുന്ന പേരെന്താണ്? ഇവിടെ എഴുതാല്ലേ. ഡബിൾ എഴുതരുത്, ഫെർട്ടിലൈസേഷൻ. ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്താണ്? ഡബിൾ ഫെർട്ടിലൈസേഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ശ്രദ്ധിച്ചിരുന്നോളൂ. During the time of fertilization in angiosperms, out of the two male gametes produced, one male gamete fuses with the female gamete ovary to form the diploid zygote, and the second male gamete that fuses with the polar nuclei to form a triploid primary endosperm nucleus. These two gametic unions, these two
fertilization that takes place during the time of angiosperm is called double fertilization. ഇപ്പോൾ ആൻജിയോസ്പേം ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ ആൻജിയോസ്പേമില് ഫെർട്ടിലൈസേഷന്റെ സമയത്ത് ഒരു മെയിൽ ഗമീറ്റ് ഉണ്ടാകുന്ന രണ്ട് മെയിൽ ഗമീറ്റുകളിൽ ഒന്ന് ഫീമെയിൽ ഗമീറ്റായ എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്ത് ഡിപ്ലോയിഡ് സൈഗോട്ടും, രണ്ടാമത്തെ മെയിൽ ഗമീറ്റ് പോളാർ ന്യൂക്ലിയ ആയിട്ട് ഫ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ അതിന്റെ ഫ്യൂഷൻ പ്രോഡക്റ്റ് ആയ സെക്കൻഡറി ന്യൂക്ലിയസുമായിട്ട് ഫ്യൂസ് ചെയ്ത് ഒരു ട്രിപ്ലോയിഡ് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസും ഉണ്ടാകും. ഇങ്ങനെ രണ്ട് തരത്തിലുള്ള ഗമീറ്റിക് യൂണിയൻ, രണ്ട് തരത്തിലുള്ള ഫെർട്ടിലൈസേഷൻ ആൻജിയോസ്പേമിൽ നടക്കുന്നു. അതുകൊണ്ട് ഇതിനെ ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നു. ആൻഡ് ഡബിൾ ഫെർട്ടിലൈസേഷൻ ഇസ് ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ആൻജിയോസ്പേം. ഒരു ടെക്നിക്കൽ ടേമും കൂടെ വളരെ ഇമ്പോർട്ടന്റ് ആണ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ. അതും കൂടെ നമ്മൾ പഠിക്കണം നമുക്ക്. അതെന്താണ്? ദ ഫ്യൂഷൻ ഓഫ് പ്രൈമറി എൻഡോസ്പേം, റിസൾട്ട് ഓഫ് second fusion, that is the primary endosperm nucleus. The primary endosperm nucleus is the result of fusion of three nuclei. ഏതൊക്കെയാണ്? ഒരു മെയിൽ ഗമീറ്റ്, ഒരു പോളാർ ന്യൂക്ലിയസ്, അടുത്ത പോളാർ ന്യൂക്ലിയസ്. മൂന്ന് ന്യൂക്ലിയസുകളുടെ സംയോജന ഫലമാണ് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ്. അതിന് വിളിക്കുന്ന പേരാണ് ട്രിപ്പിൾ ഫ്യൂഷൻ. എന്താണ്? ട്രിപ്പിൾ ഫ്യൂഷൻ. യഥാർത്ഥത്തില് പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കാറുണ്ട്, ലിസ്റ്റ് ഔട്ട് ദി ഇമ്പോർട്ടന്റ് ഈവന്റ്സ് ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ ആൻജിയോസ്പേം ഫെർട്ടിലൈസേഷൻ. ലിസ്റ്റ് ഔട്ട് ദി ഇമ്പോർട്ടന്റ് ഈവന്റ്സ് ദാറ്റ് ടേക്സ് പ്ലേസ് ഡ്യൂറിംഗ് ദി ടൈം ഓഫ് ആൻജിയോസ്പേം ഫെർട്ടിലൈസേഷൻ. ഏതൊക്കെയാണ്? മറക്കാതെ പഠിച്ചോണം. വൺ ഈസ് സിംഗം. Singam. The second one is triple fusion. Singami is the fusion of male gametes with the female gamete, and triple fusion is the formation of primary endosperm nucleus as a result of fusion of three nuclei, one male gamete and two polar nuclei. മനസ്സിലാവാതെയുണ്ടോ? ക്ലിയർ ആണോ? നമുക്ക് ആൻജിയോസ്പേം ഫെർട്ടിലൈസേഷൻ ഒന്നും കൂടെ പെട്ടെന്നൊന്നും കണ്ടുപോയാലോ? Okay, during the time of fertilization in angiosperms, എന്താണ് അതിന്റെ തുടക്കം ഏതായിരുന്നു? Okay, the pollen grains, when the pollen grains fall on the stigmatic surface, if it is compatible, they start to germinate. ഇപ്പോൾ ഒറ്റ pollen grain മാത്രമായിരിക്കില്ല ഇവിടെ ജെർമിനേറ്റ് ചെയ്യുന്നത്. That may be depending on species. ചിലപ്പം ഒരൊറ്റ stigmatic surface തന്നെ you can see the germination of many pollen grains. പക്ഷേ ഒരു pollen grainന്റെ male gamete മാത്രം, pollen tube-ലൂടെയുള്ള male gamete മാത്രമേ സൈറ്റ് ഓഫ് ഫെർട്ടിലൈസേഷൻ എത്തിച്ചേരുള്ളൂ. ബാക്കിയൊക്കെ ഡിസോർഗനൈസ് ചെയ്തു. അപ്പോൾ pollen germination ചിലപ്പോൾ പല pollen grains ഉണ്ടാവും. പക്ഷേ ആദ്യം ഈ മൈക്രോപൈലാർ റീജിയനിലെത്തി മെയിൽ ഗമീറ്റ് ഡിസ്ചാർജ് ചെയ്യുന്ന ആ pollen grain ആയിരിക്കും ഇവിടെ ഫെർട്ടിലൈസേഷനെ സഹായിക്കുന്നത്. ബാക്കിയൊക്കെ ഡിസോർഗനൈസ് ചെയ്യും. ഓക്കെ, ദാറ്റ് pollen grain that germinates carrying the two non-motile male gametes and finally discharged to the embryo sac, where the synergid that guides the entry of the male gamete, and finally that particular synergid that disorganizes and one of the two male gamete fuses with the female gamete or egg to form the diploid zygote, and the second male gamete that fuses with the polar nuclei, thereby the formation of a diploid primary endosperm nucleus. This is called triple fusion because the formation of primary endosperm nucleus is the result of fusion of three nuclei. Then two important events. One is syngamy and one is triple fusion. ഇപ്പോൾ ഓൾറെഡി ഈ ആന്റിപോഡൽ സെൽസ് ഇത് ഡിസോർഗനൈസ് ചെയ്തു പോകും. ഇവിടെ ഉണ്ടാകുന്ന രണ്ട് സൈനർജിഡ്സും ഡിസോർഗനൈസ് ചെയ്തു പോകും അല്ലെ. ഇവിടെ എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്ത് ഒരു സൈഗോട്ട് ഉണ്ടായിട്ടുണ്ട് അല്ലെ. ഇവിടെ ഒരു 3 ന്യൂക്ലിയസുകളുടെ ഫ്യൂഷൻ പ്രോഡക്റ്റ് ആയിട്ടുള്ള ഏതാണ് പെൻ ഉണ്ടായിട്ടുണ്ട്. എംബ്രിയോസാക്കിനുള്ളിൽ ഇത് രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന് സൈഗോട്ട്, ഒന്ന് പെൻ.
ഇനി നമ്മളെ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ്സിലേക്കാണ് പോകുന്നത്. നമ്മുടെ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞു, ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ ഈ ഡിപ്ലോയിഡ് സൈഗോട്ട് എംബ്രിയോ ആയിട്ട് മാറും. അതേപോലെ തന്നെ ട്രിപ്ലോയിഡ് പ്രൈമറി എൻഡോസ്പെർം ന്യൂക്ലിയസ് ഈ എംബ്രിയോയ്ക്ക് ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു ന്യൂട്രിറ്റീവ് ടിഷ്യൂ ആയ എൻഡോസ്പെർം ആയിട്ട് മാറും. That we will discuss in post-fertilization changes or post-fertilization events. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഒന്ന്, പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റ്സിൽ മൈക്രോസ്പോറോജനസിസ് ഫോളോ ചെയ്ത് വരുന്ന മേൽഗാമിറ്റോജനസിസ്. ഓക്കെ, ഇവിടെ ഫെർട്ടിലൈസേഷൻ മുമ്പ് നടക്കേണ്ട ഒരു പ്രോസസ് ഉണ്ട്. ദാറ്റ് ഈസ് ദ പ്രീറിക്വിസിറ്റ് ഓഫ് ഫെർട്ടിലൈസേഷൻ. വാട്ട് ഈസ് ഇറ്റ്? യെസ്, പോളിനേഷൻ. ആ പോളിനേഷൻ, സെൽഫ് പോളിനേഷൻ ഉണ്ട്, ക്രോസ് പോളിനേഷൻ ഉണ്ട്. അതിന്റെ ടൈപ്സുകളൊക്കെ നമ്മൾ കണ്ടു. പിന്നെ എങ്ങനെയാണ് ഈ പ്ലാന്റ് ബ്രീഡിംഗ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ടു എൻഹാൻസ് ദ ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് ദി പ്ലാന്റ്സ്, അതിന് വേണ്ടിയിട്ട് നമ്മൾ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ നടത്തിയിരുന്നു. ഇനി അവസാനം നമ്മൾ ഫെർട്ടിലൈസേഷനിലെത്തി. ഈ പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മാറ്റിക് സർഫസിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോളൻ പിസ്റ്റൽ ഇൻട്രാക്ഷനിലൂടെ അവസാനം മേൽഗമീറ്റ് ഒക്കെ ഉണ്ടായി. ആ മേൽഗമീറ്റ് സൈറ്റോ ഫെർട്ടിലൈസേഷനിൽ പോയി അവിടെ ഡബിൾ ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. ക്ലിയറാണോ? ഇത് വീണ്ടും 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 റിപ്പീറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റും. ഇങ്ങനെ ഓരോരോരോ ക്വസ്റ്റ്യൻസ്, ഓരോരോ ടേം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ പഠിക്കണം. നല്ലൊരു സീക്വൻഷ്യൽ സ്റ്റെപ്സിൽ പഠിച്ചു. രസകരമാണ്. ഫെർട്ടിലൈസേഷൻ വളരെ ഇൻട്രസ്റ്റിംഗ്. ഇപ്പോൾ ഇവിടെ 2-3 കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ആൻജിയോസ്പേമിൽ ഡബിൾ ഫെർട്ടിലൈസേഷൻ നടക്കുന്നു എന്ന് പറയുന്നത്? ഏതൊക്കെയാണ് ഡബിൾ ഫെർട്ടിലൈസേഷനിലെ പ്രധാനപ്പെട്ട ഈവൻറ്റ്സ്? ഇതിൻ്റെ പോയിലി നേച്ചർ എങ്ങനെയാണ്? സൈഗോട്ടിൻ്റെ എങ്ങനെയാണ്? പെന്നിൻ്റെ എങ്ങനെയാണ്? പെന്നിൻ്റെ ഫുൾ ഫോം. But today I am going to wind up this class. സുഖമല്ലേ? കോവിഡൊക്കെ കേരളത്തിൽ ഇങ്ങനെ കൂടി വരികയാണ്. എല്ലാവരും നല്ല ജാഗ്രത പറയും. വീട്ടിലെ അമ്മമാരൊക്കെ ഉള്ളപ്പോൾ തീർച്ചയായിട്ടും വീട്ടിലെ മറ്റ് ആൾക്കാർ അവർ പുറത്തുപോയി മറ്റുള്ളവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത്, മിങ്കിൾ ചെയ്യുന്നത് ഒക്കെ വളരെ സൂക്ഷ്മതയോടു കൂടിയായി. ഓഗസ്റ്റൊക്കെ ആകുമ്പോഴേക്കും ഇതൊരു ഹയസ്റ്റ് പീക്കിലേക്ക് വരുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കാനുള്ളത് സൂക്ഷിക്കണം, നന്നായിട്ട് പ്രാർത്ഥിക്കുകയും. താങ്ക് യു.